Hi everyone, welcome to another session of fingerprinting of deceased. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഡിസീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേജ് 3 സ്റ്റേജുകളാക്കി അതിനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് റീസെൻറ്റ് ഡെത്തിൽ എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് 3 മെത്തേഡ്സ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് കോപ്സ് ഇൻ റിഗർ മോർട്ടിസ് സ്റ്റേറ്റ്. സോ ദിസ് ഈസ് ദി സ്റ്റേജ് 2 അല്ലെങ്കിൽ യെസ് ദിസ് ഈസ് ദി സ്റ്റേജ് 2. സോ സ്റ്റേജ് 2 എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ്സ് റിഗർ മോർട്ടിസ് സ്റ്റേറ്റിലുള്ള ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക. സോ റിഗർ മോർട്ടിസ് സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് പീരീഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സ്റ്റിഫൻ ആവും. സോ ഡെഡ് ബോഡി സ്റ്റിഫൻ ചെയ്യും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്ട്രെയിറ്റൻ ദ ബോഡി. എങ്ങനെയാണോ ഡെഡ് ബോഡി കിടന്നിരുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ ഡെഡ് ബോഡി സ്റ്റിഫൻ ആയിട്ട് കിടക്കും. സോ നമുക്കതിനെ സ്ട്രെയിറ്റൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് റിഗർ മോർട്ടിസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. So once the onset of rigor mortis, അത് റിഗർ മോർട്ടിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിംഗേഴ്സിനെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്താൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചുളുങ്ങി മടങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ വി ഹാവ് ടു straighten the fingers. If it is not in a straightened position, we have to straighten the fingers before recording the imprints. ഇത് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഒരു ഓൺസെറ്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് റിഗർ മോർട്ടിസ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗേഴ്സിൻ്റെ നക്കിൾ സോണിൻ്റെ മേലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രെയിറ്റൻ ആവാം. So pressing on the finger just above the knuckle zone so that we can straighten the that fingers. ഇനി അത് ഒരു അടുത്ത മെത്തഡാണ്. ഇഫ് അനദർ മെത്തേഡ് യു ക്യാൻ യൂസ് ലൈക്ക് ബെൻഡ് ദ റിസ്റ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ഫോർആം ആൻഡ് പ്രസ് ഈച്ച് ഫിംഗർ ക്ലോസ് ടു ദ പാം. സോ ഫോർആമിൻ്റെ നേരെ എന്താ പറയുക ബെൻഡ് ചെയ്ത് കൊടുക്കുക. So that it is possible to straighten the fingerprint. So bend the wrist in direction of the forearm. Wrist forearm in direction bend ചെയ്യുക and press each finger close to the palm. ഓരോ ഫിംഗേഴ്സും പാമിനോട് ചേർത്ത് ക്ലോസ് ചെയ്യുക. ദെൻ പ്രസ് ചെയ്യുക. ദെൻ ഫിംഗർ സ്ട്രെയിറ്റ്നർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കേസിൽ ഫിംഗർ സ്ട്രെയിറ്റ്നേഴ്സ് ഐ വിൽ ഷോ ദ പിക്ചർ ഇൻ ഗ്രൂപ്പ്. ഐ വിൽ പുട്ട് ദാറ്റ് പിക്ചർ ഇഫ് പോസിബിൾ. സോ ഫിംഗർ സ്ട്രെയിറ്റ്നേഴ്സ് നമുക്ക് ഡിജിറ്റ്സിനെ, അതായത് ഫിംഗേഴ്സിനെ അൺക്ലാസ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു എന്താ പറയുക ഓൺസെറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ റിഗർ മോർട്ടിസ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ 3 മെത്തേഡ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണ്? പ്രസ്സിങ് ഓൺ ദ ഫിംഗർ ജസ്റ്റ് അബവ് ദി നക്കിൾ സോൺ. Another method is that bend the wrist in direction of the forearm and press each finger close to the palm. Then finger straightener may be used to unclasp the digits. So ഈ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 മെത്തേഡ് ഫെയിൽ ആവുകയാണെങ്കിലാണ് നമ്മൾ ഈ 3ാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി if the body has remained in the state of rigor mortis for a long duration, കുറേ നേരമായി റിഗർ മോർട്ടിസിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഫിംഗേഴ്സ് സ്ട്രങ്കൺ ആയിട്ടുണ്ടാവും. റിങ്കിൾഡ് ആൻഡ് സ്ട്രങ്കൺ ഫിംഗേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ കേസിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് ഫിംഗേഴ്സിനെ റിസ്റ്റോർ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ആ റിങ്കിൾസ് ഒക്കെ മാറിയിട്ട് ഒറിജിനൽ സ്റ്റേറ്റിൽ ഫിംഗേഴ്സിനെ ഒറിജിനൽ സ്റ്റേറ്റിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് ഹോട്ട് വാട്ടർ, ദെൻ മെൽറ്റഡ് പാരഫിൻ വാക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാം. സ്യൂട്ടബിൾ ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? ഹോട്ട് വാട്ടർ, മെൽറ്റഡ് പാരഫിൻ വാക്സ് ആൻഡ് ഓയിൽസ്. സോ ഇതേപോലത്തെ ഫ്ലൂയിഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? സ്കിന്നിൻ്റെ അണ്ടറിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗേഴ്സിനെ ഒറിജിനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് മിക്സ്ചർ ഓഫ് ജെലാറ്റിൻ ആൻഡ് ഗ്ലിസറിൻ ഇൻ ദ റേഷ്യോ 1:7 വോളിയം ബൈ വോളിയം.
സോ ജെലാറ്റിൻ ആൻഡ് ഗ്ലിസറിൻ്റെ ഒരു മിക്സ്ചർ 1:7 റേഷ്യോയിലുള്ള ഒരു ഫ്ലൂയിഡും നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. ദെൻ the heated mixture is hypodermically injected beneath the finger tissues. So this mixture of gelatin and glycerin, this mixture can hypodermically injected to the beneath the finger tissue so that we can restore the fingers to their original shape and they can remove the wrinkles also. So അതാണ് ഒരു ലോങ് ഡ്യൂറേഷനിൽ റിഗർ മോർട്ടീസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എയറും ഇതേപോലെ തന്നെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും shrunken ഫിംഗേഴ്സിനെ ഫ്ലാറ്റൻ ചെയ്യാനായിട്ട്. സോ എയർ ടു മേ ബി ഇഞ്ചെക്റ്റഡ് ഹൈപ്പോഡെർമിക്കലി ടു ഫ്ലാറ്റൻ ദി shrunken fingers. And the needle is inserted at the extremities of the longitudinal axis of the finger about 4 to 5 mm below the fingertips. About 1 to 1.5 ml of air is injected to inflate the tissues. ഏകദേശം 1 തൊട്ട് 1.5 ml വരെ എയർ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും ഫ്ലാറ്റൻ ചെയ്യാനായിട്ട് shrunken ഫിംഗേഴ്സിനെ. നീഡിൽ പെട്ടെന്ന് വലിച്ച് അതായത് നീഡിൽ ആ സമയത്ത് ഇഞ്ചെക്ട് ചെയ്യുക ക്വിക്ലി യു ഹാവ് ടു വിത്ഡ്രോൺ ഇറ്റ് ആൻഡ് മസാജിങ് ക്ലോസസ് ദി പെർഫോറേറ്റഡ് സ്പോട്ട്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു സ്പോട്ട് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ആ സ്പോട്ട് ക്ലോസ് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ മസാജ് ചെയ്യണം. ഈ നീഡിൽ പെട്ടെന്ന് വലിച്ചിട്ട് ആ ഏരിയ മസാജ് ചെയ്ത് കൊടുക്കുക. സോ എയറും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, shrunken ഫിംഗേഴ്സിനെ ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. 2 മെത്തേഡാണ് പറഞ്ഞത്. സൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക, ഹോട്ട് വാട്ടർ, മെൽറ്റഡ് പാരഫിൻ, വാക്സ്, ഓയിൽസ് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മിക്സ്ചർ ഓഫ് ജെലാറ്റിൻ ആൻഡ് ഗ്ലിസറിൻ 1:7 റേഷ്യോയിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ. സോ ദിസ് ക്യാൻ ബി ഇഞ്ചെക്റ്റഡ് ബിനീത്ത് ദി ഫിംഗർ ടിഷ്യൂസ്. പിന്നെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എയർ. സോ എയറിന് നമ്മൾ 1 to 1.5 ml എയർ യു ക്യാൻ ഇഞ്ചെക്ട് അണ്ടർ ദി ഫിംഗേഴ്സ് tissue so that we can flatten the shrunken fingers. ഇനി ഡെഡ് ബോഡി ഹോട്ട് ക്ലൈമറ്റിൽ ഒരുപാട് നേരം എക്സ്പോസ് ആയിട്ടുണ്ടെങ്കിൽ, ഹോട്ട് ക്ലൈമറ്റ് ഫോർ എ ലോങ് ടൈം, ദ ഫിംഗേഴ്സ് ബിക്കം വെരി ഹാർഡ് ആൻഡ് ഡ്രൈ. സോ ഫിംഗേഴ്സ് ഹാർഡും ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കേസിലാണെങ്കിൽ യു ഹാവ് ടു ആംബ്യൂട്ട് ദി ഡിജിറ്റ്സ്. വിരലുകളെ മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. സോ യു ക്യാൻ യൂസ് എ ബോൺ സ്പൈൻ. സോ ഇതൊരു ബോൺ സ്പൈൻ്റെ പിക്ചറാണ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ബോൺ സ്പൈൻ. So you can use and bone spine. With the aid of that bone spine you can ambute the fingers. So dead body കുറേ നേരം ഹോട്ട് ക്ലൈമറ്റിൽ എക്സ്പോസ് ആവുകയാണെങ്കിൽ ഹാർഡും ഡ്രൈ ആയിരിക്കും. അങ്ങനത്തെ കേസുകളിലാണെങ്കിൽ ആംബ്യൂട്ട് ചെയ്തെടുക്കണം. ആംബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ബോൺ സ്പൈൻ യൂസ് ചെയ്തിട്ടാണ് ആംബ്യൂട്ട് ചെയ്യുന്നത്. ഈ ആംബ്യൂട്ട് ചെയ്ത ഫിംഗേഴ്സിന് എന്ത് ചെയ്യണം, അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം. ആൻഡ് ഈച്ച് ഫിംഗർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സെപ്പറേറ്റ് വെസൽ. ഓരോരോ ഫിംഗേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കേണ്ടത്. The strength of the solution may vary from this is FROM from 1.5 to 3% depending on the condition of the corpse. കോപ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് വാരി ചെയ്യും. 1.5 to 3%. ഓരോ ഫിംഗേഴ്സിനും സെപ്പറേറ്റ് വെസലിൽ വേണം ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഡിപ്പ് ചെയ്ത് വെക്കേണ്ട സൊല്യൂഷൻ ഏതാണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. And once the fingers has been restored to their original state, these are removed from the solution. Original സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് എടുക്കാം. ഇതൊരു 4 to 10 hours എങ്കിലും വേണം ഒറിജിനൽ സ്റ്റേജിലേക്ക് എത്താനായിട്ട്. Then the amputated fingers are washed with distilled water and soaked in formaldehyde solution. ഒറിജിനൽ സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനിൽ സോക്ക് ചെയ്ത് വെക്കണം. കോൺസെൻട്രേറ്റഡ് ആൽക്കലി ലൈക്ക് അങ്ങനത്തെ സൊല്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഇത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും. കാരണം അവർ ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിൽ കിടന്നിട്ട് ഹാർഡും ഡ്രൈ ആയിട്ടുണ്ട്. സോ ദാറ്റ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലി സൊല്യൂഷനിൽ ഇതിനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിംഗർ റിഡ്ജസിനൊക്കെ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ നമ്മൾ വീക്കർ ആൽക്കലിയിൽ
ഡിപ്പ് ചെയ്യാണ് നല്ലത്. സോ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയിൽ ഡിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരും റിഡ്ജസിന്. സോ ദാറ്റ് യു ഷുഡ് ഡിപ്പ് these fingers in weaker alkali like ammonium hydroxide than in a stronger one like potassium hydroxide. കുറച്ചും കൂടി നല്ലത് അമോണിയം ഹൈഡ്രോക്സൈഡിലൊക്കെ ഡിപ്പ് ചെയ്യുന്നതാണ്, ലൈക്ക് വീക്കർ ആൽക്കലിയിൽ ഡിപ്പ് ചെയ്യുന്നതാണ്. Then the digits are immersed in a 50% of ammonium hydroxide for 24 hours in 75% solution of for the next 24 hours and 100% solution for the next 24 hours. So using this method, it was possible to identify a man who has been killed 3 months earlier and whose body had been dumped in a rubbish heap. Then എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്, അതായത് EDTA, ഇതൊരു ചെലൈറ്റിംഗ് ആയിട്ടുള്ള ഏജന്റ് ആണ്. ഈ ഏജന്റും നമുക്ക് ഫിംഗേഴ്സിനെ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്, ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. So this reagent is dissolved in a saturated detergent solution and the pH is adjusted to 7.5. The method works even in the absence of pH adjustment but takes much longer time. 7.5 ആക്കിയാലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുക. ഇനിയിപ്പോൾ 7.5 pH അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇറ്റ് വിൽ വർക്ക്, ബട്ട് കുറച്ചധികം സമയം വേണ്ടി വരും. ആൻഡ് ബോത്ത് കേസ് ഫിംഗർ പ്രിന്റ്സ് വിൽ ഗിവ് ഗുഡ് പാറ്റേൺസ്. സോ EDTA-യിലും നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് പറ്റും. Then dehydrated fingers may soften by injecting two commercially available formulations. രണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് കിട്ടുന്ന റിയേജൻസിൽ നമുക്ക് കിട്ടും, മെറ്റാഫ്ലോ ആൻഡ് റീസ്റ്റോറേറ്റീവ്. സോ മെറ്റാഫ്ലോ എന്ന് പറയുന്നത് എംബാൽമിംഗ് പ്രീ ഇഞ്ചക്ഷൻ ഫ്ലൂയിഡ് ആണ്. ഇത് സെൽ മെംബ്രെയിനിന്റെ പെർമിയബിലിറ്റി ഒക്കെ റിസ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രീ ഇഞ്ചക്ഷൻ ഫ്ലൂയിഡ് ആണ് മെറ്റാഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീസ്റ്റോറേറ്റീവ്, ഇതൊരു ബയോപോളിമർ ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റീഹൈഡ്രേറ്റ് ദി ഡിസിക്കേറ്റഡ് ടിഷ്യൂസ്. സോ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫിംഗേഴ്സിനെ സോഫൺ ചെയ്യാനായിട്ട് രണ്ട് കമേഴ്ഷ്യലി അവൈലബിൾ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഒന്നാണ് മെറ്റാഫ്ലോ, രണ്ടാമത്തെ റീസ്റ്റോറേറ്റീവ്. മെറ്റാഫ്ലോ എന്ന് പറയുന്നത് ഒരു പ്രീ ഇഞ്ചക്ഷൻ ഫ്ലൂയിഡ് ആണ്, സെൽ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഒക്കെ റീസ്റ്റോർ ചെയ്യുന്നത്. റിസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത് ബയോപോളിമർ ആണ്, ടിഷ്യൂസിൻ്റെ ഡിസിക്കേറ്റഡ് ടിഷ്യൂസിനൊക്കെ റീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദ മിക്സ്ചർ ഈസ് ബെനിഫിഷ്യൽ ഇൻ ദാറ്റ് ഇറ്റ് നൈദർ ഡാമേജസ് ദ റിഡ്ജ് ഡീറ്റെയിൽസ് നോർ റിക്വയേഴ്സ് എക്സ്റ്റെൻസീവ് മോണിറ്ററിങ്. റിഡ്ജ് ഡീറ്റെയിൽസ് ഒന്നും ഇത് എന്താ പറയുക ഡാമേജ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഡിജിറ്റ്സിനെ, നമ്മുടെ ഫിംഗേഴ്സിനെ ഈ സൊല്യൂഷനിൽ കുറേ നേരം ഡിപ്പ് ചെയ്ത് വെച്ചാലും അതിൻ്റെ സോഫ്റ്റ്നെസ് ലൈക്ക് ഒപ്റ്റിമത്തിനേക്കാളും കൂടിയാലും നമുക്ക് കുഴപ്പമില്ല. റിഡ്ജ് ക്യാരക്ടേഴ്സിനൊന്നും യാതൊരു റിപ്പയറും സംഭവിക്കില്ല. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് മെറ്റാഫ്ലോ ആൻഡ് റീസ്റ്റോറേറ്റീവ്. സോ ഈ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിംഗേഴ്സിനെ സ്ട്രെയിറ്റൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് ഹാർഡൻ ആയിട്ടുള്ള ഫിംഗേഴ്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതും റിങ്കിൾസ് ഒക്കെ വന്ന ഫിംഗേഴ്സിനൊക്കെ ലൈക്ക് ഒറിജിനൽ ഫിംഗേഴ്സ് ലൈക്ക് പൊസിഷനിലേക്ക് മാറ്റുന്നതും ഇൻ റിഗർ മോർട്ടിസ് സ്റ്റേജ്. സോ ആഫ്റ്റർ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം you can take the fingerprint of that diseased person by the usual method. So നമ്മൾ 3 methods ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫിംഗർപ്രിന്റ് പാഡ് മെത്തേഡ്, അല്ലെങ്കിൽ ഫിംഗർപ്രിന്റ് ഇങ്ക് മെത്തേഡ്, ഓർ ഫിംഗർപ്രിന്റ് പൗഡർ ആൻഡ് ടേപ്പ് മെത്തേഡ്. സോ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റിനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് റിഗർ മോർട്ടിസ് സ്റ്റേജിൽ കോപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിന്റ്സിനെ കളക്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ, ജസ്റ്റ് വിൽ റിഫ്രഷ് വാട്ട് എവർ ഐ ടോൾഡ്. സോ കോപ്സ് ഇൻ റിഗർ മോർട്ടിസ് സ്റ്റേജ്, കോപ്സിന് ആദ്യം നമുക്ക് റിഗർ മോർട്ടിസ് സ്റ്റേജിലുള്ള കോപ്സ് ആണ് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് റിഗർ മോർട്ടിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യണം. സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ നമ്മൾ നക്കിൾ സോണിന് അബോവ് ആയിട്ട് ഫിംഗേഴ്സിനെ പ്രസ് ചെയ്യണം. അതേപോലെ തന്നെ ആ മെത്തേഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്റ്റിനെ ഫോറാമിന്റെ ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യുക ആൻഡ് പ്രസ് ഈച്ച് ഫിംഗർ ക്ലോസ് ടു ദി പാം. ഈ രണ്ട് മെത്തേഡ്സും ഫെയിൽ ആവുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ഫിംഗർ സ്ട്രെയിറ്റ്നർ ടു എൻക്ലാപ്സ് ദി ഡിജിറ്റ്സ്.
അടുത്തത് ലോങ് ഡ്യൂറേഷനിലായി റിഗർമോട്ടിസ് സ്റ്റേജ് എന്നുണ്ടെങ്കിൽ റിഗർമോട്ടിസ് സ്റ്റേറ്റിൽ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഫിംഗേഴ്സ് shrunken and wrinkled ആയിരിക്കും. So that to restore the original shape of the fingers you can dip this in you can inject the suitable fluid beneath the skin. So suitable fluids ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് hot water, melted paraffin, wax and oils, and also you can use a mixture of gelatin and glycerin in the ratio 1:7. ആൻഡ് ഇത് നമ്മൾ സ്കിന്നിൻ്റെ അണ്ടറിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ വി ക്യാൻ യൂസ് എയർ ഓൾസോ. സോ എയർ ക്യാൻ ബി ഇഞ്ചെക്റ്റഡ് ഹൈപ്പോഡെർമിക്കലി ടു ഫ്ലാറ്റൻ ദി shrunken fingers. Then after that, if the dead body is exposed to hot climate for a long time, fingers ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും, ഹാർഡ് ആയിരിക്കും, ഡ്രൈ ആയിരിക്കും. സോ ആ കേസുകളിൽ ഫിംഗേഴ്സിനെ അമ്പ്യൂട്ട് ചെയ്യണം. അമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൺ സ്പൈൻ. Then bone spine use ചെയ്തിട്ട് അമ്പ്യൂട്ട് ചെയ്ത ഫിംഗേഴ്സിന് നമ്മൾ aqueous solution of potassium hydroxide ഡിപ്പ് ചെയ്യാം. You can use weak alkali also like ammonium hydroxide. For this it is better to use weak alkali. Then each finger is immersed in a separate vessel. After that ഫിംഗറിൻ്റെ കോപ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് വാരി ചെയ്യാം. ദെൻ ഒറിജിനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് like we can use whatever method we want to take the fingerprint. Then EDTA is also a good chelating reagent. This also you can inject to inflate the fingers. Then അടുത്ത രണ്ട് commercially available ആയിട്ടുള്ള formulations ആണ് Metaflow and Restorative. So these are like highly beneficial, like the mixture is beneficial, like they does not damage the ridge details, and ridge characteristics ഒക്കെ കറക്റ്റ് ആയിട്ട് എത്ര നേരം സോക്ക് ചെയ്ത് വെച്ചാലും we will get the ridge characteristics. So this is about the developing of fingerprints from the dead body if the corpse is in rigor mortis stage. So I hope you understood. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ ഡികമ്പോസിഷൻ സ്റ്റേജും കൂടിയും പറയാം, so that we can finish the fingerprinting of deceased. So I think let's wind up. Thank you.